ക്ഷേത്ര വിഷയത്തെ ബി.ജെ.പി. രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നുവെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. ഇത് ഭരണഘടനയ്ക്കെതിരാണെന്നും വിശ്വാസത്തിൽ രാഷ്ട്രീയം കലർത്തുന്നതിനെയാണ് ശക്തമായി എതിർക്കുന്നതെന്നും യെച്ചൂരി പറഞ്ഞു. State in India, the constitution is very clear, does not either profess or patronize any religion. But here this function is going to be, the inauguration is going to be done by the Prime Minister of India. I think this is the gross misuse of the religious sentiments of the people for their political purposes. This is the open politicization of religion, which is not in consonance with the Constitution of India or the Supreme Court rulings. So we are very clear about it. So I very courteously regretted that I would not be able to accept the invitation. വിവരങ്ങളുമായി സന്തോഷ് ചേരുന്നുണ്ട്. സന്തോഷ്, യെച്ചൂരി ഒരിക്കൽ കൂടി CPIMന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? പ്രിയ, രാമക്ഷേത്ര ചടങ്ങുമായി ബന്ധപ്പെട്ട CPIMന്റെ കൃത്യമായ നിലപാടാണ് ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി വീണ്ടും ആവർത്തിച്ചത്. രാമക്ഷേത്ര ചടങ്ങിലേക്ക് ക്ഷണം ലഭിച്ചിരുന്നു, എന്നാൽ അതിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം അത് ഒരു രാഷ്ട്രീയമായ തീരുമാനമാണ്. CPIMന് ഇക്കാര്യത്തിൽ വളരെ വ്യക്തമായി തന്നെ നിലപാടുണ്ട്. ആ നിലപാടാണ് പങ്കെടുക്കേണ്ടതില്ല എന്നുള്ള നിലപാട് അതാണ്. അതേസമയം തന്നെ CPIM വിശ്വാസങ്ങൾക്ക് ഒരു ഘട്ടത്തിലും എതിരല്ല. എന്നാൽ വിശ്വാസത്തിൽ രാഷ്ട്രീയം കലർത്തുന്നതിനെയും അത് രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗിക്കുന്നതിനെയുമാണ് CPIM എതിർക്കുന്നത്. BJP ഇക്കാര്യത്തിൽ രാഷ്ട്രീയ നേട്ടത്തിനായി രാമക്ഷേത്രത്തെ ഉപയോഗിക്കുകയാണ്. വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ വിശ്വാസത്തെയും രാഷ്ട്രീയത്തെയും കൂട്ടിക്കലർത്തിക്കൊണ്ട് ഈ BJP മുന്നോട്ട് പോകുന്നത്. അതിന് ശക്തമായി CPIM എതിർക്കും എന്നുള്ളതാണ് സീതാറാം യെച്ചൂരി വ്യക്തമാക്കിയത്. അതോടൊപ്പം തന്നെ കോൺഗ്രസ് ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്ന നിലപാടിനെ കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദ്യങ്ങൾ ഉന്നയിച്ചു. കോൺഗ്രസിന് പങ്കെടുക്കാനുള്ള തീരുമാനത്തെ കുറിച്ചുള്ള അഭിപ്രായത്തോട് യെച്ചൂരി പ്രതികരിച്ചത് അത് കോൺഗ്രസിന്റെ രാഷ്ട്രീയ തീരുമാനമാണ്. അക്കാര്യത്തിൽ CPIM അഭിപ്രായം പറയേണ്ടതില്ല. ഓരോ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ നിലപാടുകൾക്കനുസരിച്ചുള്ള തീരുമാനങ്ങളാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ അവരുടെ നിലപാടാണ് അവർ എടുക്കുന്നത്. അക്കാര്യത്തിൽ CPIM അഭിപ്രായം പറയേണ്ടതില്ല എന്നുള്ളതാണ് സീതാറാം യെച്ചൂരി ചൂണ്ടിക്കാട്ടിയത്. അതേസമയം തന്നെ ഇപ്പോൾ പെഗാസസുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകൾ ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ഒളിച്ചു കളിക്കുകയാണെന്ന് സീതാറാം യെച്ചൂരി പറഞ്ഞു. പ്രതിപക്ഷ നേതാക്കളെയും മാധ്യമ പ്രവർത്തകരെയും എല്ലാം തന്നെയാണ് ഇക്കാര്യത്തിൽ ലക്ഷ്യം വെക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ പോലും കൃത്യമായ നിലപാടുകൾ പരിശോധിച്ചാൽ പോലും ഈ ഒളിച്ചുകളി എന്താണ് എന്നുള്ള കാര്യം വ്യക്തമാകുമെന്നും സീതാറാം യെച്ചൂരി പറഞ്ഞു. ഏതായാലും ഈ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെല്ലാം പ്രതിപാദിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം കണ്ണൂരിൽ വാർത്താ സമ്മേളനം നടത്തിയത്. പ്രിയ, ശരി, സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്.